എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി മഞ്ചേരി. ഇന്ന് പുതിയ ഒരു വീഡിയോ രാമായണവുമായി ബന്ധപ്പെട്ട് പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്തിനു വേണ്ടി, അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട രാമായണ കഥാമൃതത്തിൻ്റെ വിഷയം. 4 യുഗങ്ങളിലായി മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളാണ്. ഈ 4 യുഗങ്ങളിലായിട്ട് ഒരു യുഗമെന്ന് പറയുന്നത് 17,21,000 വർഷമാണ്, മനുഷ്യവർഷമാണ്. ഏതായ കൃതയുഗത്തിൻ്റെ വർഷം. ത്രേതായുഗം 12,96,000 വർഷമാണ്. ദ്വാപരയുഗം 8,64,000 പിന്നെ കലിയുഗം എന്ന് പറയുന്നത് 4,32,000 മനുഷ്യവർഷവുമാണ്. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിലായിട്ടാണ് ദശാവതാരം, 10 അവതാരങ്ങൾ നടക്കുന്നത്. അല്ല, ആദ്യത്തെ 4 അവതാരങ്ങൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, ഈ 4 അവതാരങ്ങൾ കൃതയുഗത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. പിന്നത്തെ 3 വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ ത്രേതായുഗത്തിലും, ദ്വാപരയുഗത്തിൽ 2 അവതാരങ്ങൾ ബലരാമനും ശ്രീകൃഷ്ണനും, പിന്നെ കലിയുഗത്തിൽ കൽക്കി എന്ന അവതാരം. ഇങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ 4 യുഗങ്ങളിലായി കിടക്കുന്നത്. അതിൽ തന്നെ മഹാവിഷ്ണുവിൻ്റെ 2 അവതാരങ്ങളാണ് പരശുരാമനും ശ്രീരാമനും. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നതായിട്ട് രാമായണത്തിലും മഹാഭാരതത്തിലും വ്യത്യസ്ത കഥകളുണ്ട്. അത്തരം ഏറ്റുമുട്ടലിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ്. അതുകൊണ്ട് എന്താണ് നേട്ടമുണ്ടായത്, എന്താണ് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ആരാണ് ബലവാൻ എന്നുള്ള തർക്കം ദേവന്മാർക്കിടയിൽ ആദ്യകാലം മുതലേ ഉണ്ട്. അതിൽ തന്നെ മഹാവിഷ്ണുവാണോ ശിവനാണോ ബലവാൻ എന്നറിയുവാൻ വേണ്ടിയിട്ട് ദേവന്മാർ നടത്തിയ മത്സരത്തിൻ്റെ 2 ഭാഗങ്ങളായിരുന്നു 2 വില്ലുകൾ. ഒന്ന് ശൈവചാപവും മറ്റൊന്ന് വൈഷ്ണവചാപവും. ഇത് തന്നെ ത്രയംബകം വില്ലുമായിട്ട് ബന്ധപ്പെട്ട കഥയിൽ മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട്. ഞാനതിൻ്റെ ത്രയംബകം എന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആളുകൾക്ക് സംശയമുള്ളവർക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഈ ത്രയംബകം വില്ലാണ് ശരിക്കും പറഞ്ഞ ശൈവചാപം. പിന്നെ ഒന്നുണ്ടായിരുന്നത് വൈഷ്ണവചാപമാണ്. അപ്പോൾ ഒരിടത്ത് വൈഷ്ണവചാപം യഥാർത്ഥത്തിൽ പരശുരാമന് നൽകിയെന്നും, പരശുരാമൻ മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ക്ഷത്രിയന്മാരെയും കാർത്തിക വീരാർജുനനാണ്, കാർത്തി വീരാർജുനെയും ക്ഷത്രിയരെയും 21 വട്ടം തൻ്റെ പരശു കൊണ്ട് കൊന്നതിന് ശേഷം ആ രാജ്യം കശ്യപന് നൽകി അതിനുശേഷം മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ത്രേതായുഗത്തിൽ ഈ ശ്രീരാമൻ സീതയെ വിവാഹം കഴിച്ചത് ഈ ശൈവചാപമായ ത്രയംബകം വില്ല് കുലച്ച്, ആ വില്ല് കുലച്ചപ്പോൾ വില്ല് ഒടിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ മഹേന്ദ്ര പർവ്വതത്തിൽ ഇരുന്ന പരശുരാമൻ അറിയുകയും തൻ്റെ ഗുരുവായ ശിവൻ്റെ വില്ലൊടിച്ചയാൾ രാമൻ എന്നുള്ള നിലയിൽ രാമനോട് ദേഷ്യം വരികയാണ്. യഥാർത്ഥത്തിൽ ശിവൻ്റെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാളായിരുന്നു പരശുരാമൻ. പരശുരാമൻ്റെ ആദ്യത്തെ പേര് രാമൻ എന്നായിരുന്നു. ജമദഗ്ന മഹർഷിയുടെ മകനായിട്ടുള്ള രാമൻ ആദ്യകാലം മുതലേ ഈ ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന് ക്ഷത്രിയന്മാരോടും ക്ഷത്രിയ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഭയങ്കര ബഹുമാനമായിരുന്നെന്നാണ് പറയുന്നത്. അതുപോലെ ക്ഷത്രിയന്മാർ പഠിക്കുന്ന ധനുർവിദ്യകൾ അദ്ദേഹം പഠിച്ചിരുന്നെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് ക്ഷത്രിയരോട് ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുന്നതും ഇദ്ദേഹം തന്നെയാണ്. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമ്മുടെ വിഷയം ശ്രീരാമനും പരശുരാമനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അപ്പോൾ ശിവനെ തപസ് ചെയ്യുകയും ശിവൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് ഹിമാലയത്തിൽ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവൻ ഈ പരശുരാമനെ കുറിച്ച് പല പ്രാവശ്യം പല വട്ടം പാർവതിയോട് പരശുരാമൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് പരശുരാമനെ തൻ്റെ കൈലാസത്തിൻ്റെ കാവൽക്കാരനായിട്ട് പരശുരാമനെ ശിവൻ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഗണപതിയിലെ കൊമ്പൊടിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലൊരു കഥ കൂടെയുണ്ട്. പരശുരാമൻ ഇങ്ങനെ കാവൽക്കാരനായിട്ടിരിക്കുമ്പോൾ പരശുരാമനെ കാവലേൽപ്പിച്ചിട്ട് പാർവതിയും ശിവനും കൂടെ തൻ്റെ അവരുടെ അന്തഃപുരത്തിൽ അല്ലെങ്കിൽ കൈലാസത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക്
അവിടേക്ക് ഗണപതി വന്നെന്നും ഗണപതിയെ കയറ്റിവിടാതെ കാവൽക്കാരനായി നിന്ന പരശുരാമൻ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും ആ ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ട് പരശുരാമൻ്റെ കാലിൽ പിടിച്ച് ഗണപതി മേൽപോട്ടെറിഞ്ഞെന്നും പരശുരാമൻ കുറേ കറക്കങ്ങൾ കറങ്ങി താഴെ വന്നു നിന്നെന്നും ദേഷ്യത്തിന് തൻ്റെ കയ്യിലിരുന്ന പരശു കൊണ്ട് ഗണപതിയുടെ കൊമ്പ് മുറിച്ചതുമായ കഥകളൊക്കെ പുരാണത്തിലുണ്ട്. അപ്പോൾ ഇവിടെ വിഷയം നമ്മുടെ അതല്ലാത്തതുകൊണ്ട് നമ്മൾ തിരികെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ശൈവചാപം ത്രയംബകം വില്ല് രാമൻ എടുത്ത് ഒടിച്ചെന്ന് കേട്ടതോടുകൂടി തൻ്റെ ഗുരുവിൻ്റെ വില്ലൊടിച്ചവനോട് ശത്രുതയായി. അങ്ങനെ മിഥിലാപുരിയിൽ നിന്ന് നേരെ അയോധ്യയിലേക്ക് വിവാഹാനന്തരം ദശരഥൻ്റെ നേതൃത്വത്തിൽ വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ രാമനും ലക്ഷ്മണനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ മുമ്പിൽ ഈ പരശുരാമൻ പ്രത്യക്ഷപ്പെടുന്നത്. പരശുരാമൻ വരുന്നത് കൊണ്ട് പ്രകൃതിക്ക് പോലും മാറ്റമുണ്ടായി ഭയന്നു എന്നാണ് പറയുന്നത്. പക്ഷികൾ അകാരണമായി ചിരക്കുകയും തലങ്ങും വിലങ്ങും പറക്കുകയും പർവ്വതങ്ങൾ കുലുങ്ങുകയും സമുദ്രം ആകാശത്തോളം ഉയരുകയും കൊടുങ്കാറ്റടിക്കുകയും ചെയ്തെന്നാണ്. അതുകൊണ്ടപ്പോൾ ദശരഥൻ വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചത്രേ, എന്താണ് അനിഷ്ടം വരാൻ പോകുന്നത്? പ്രകൃതി മുഴുവൻ നമുക്കെതിരാണല്ലോ എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. അങ്ങനെ ആ സന്ദർഭത്തിൽ രാമൻ്റെ മുമ്പിൽ പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടു. പരശുരാമൻ പറഞ്ഞു, ഈ യുഗത്തിൽ ഞാനൊഴിഞ്ഞ് വേറൊരു രാമനില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ഗുരുവിൻ്റെ വില്ലൊടിച്ച നീ ഒരു അഹങ്കാരിയായിട്ടാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല നിൻ്റെ മഹാബലങ്ങളെക്കുറിച്ച് നാട്ടിൽ ജനങ്ങളൊക്കെ പാടുന്നുണ്ട്. വില്ലാളി വീരനാണെന്നും നീ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വില്ല് വൈഷ്ണവ ചാപമാണ്. അതെടുത്ത് നീ ഒന്ന് കുലയ്ക്ക്. അങ്ങനെ കുലയ്ക്കാനായിട്ട് പറയുമ്പോൾ രാമൻ പറയുന്നു, ശരി ഞാൻ കുലയ്ക്ക്. ആദ്യമൊക്കെ രാമൻ ഇദ്ദേഹത്തിൻ്റെ ഇത് ഏറ്റെടുക്കാൻ ദശരഥൻ ഇടപെട്ടതും ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് പരശുരാമൻ പറഞ്ഞപ്പോൾ ശ്രീരാമൻ അത് ഏറ്റെടുക്കുകയും താൻ വില്ല് കുലച്ചു കഴിഞ്ഞാൽ ആ വില്ലിൻ്റെ കുലക്കുന്നതിൻ്റെ ലക്ഷ്യം പറഞ്ഞു തരണമെന്ന് പറയുന്നു. അങ്ങനെ ശ്രീരാമൻ വില്ല് കുലച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കുലയ്ക്കുന്നത് കണ്ടപ്പോൾ തന്നെ പരശുരാമന് മനസ്സിലായി ഇത് രാമൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരം തന്നെയാണ്. താൻ രാമൻ്റെ മുമ്പിൽ പരാജയപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ കോപം അടക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് പരശുരാമൻ്റെ മുമ്പിൽ ശ്രീരാമൻ വില്ല് കുലച്ച് നിൽക്കുകയാണ് ലക്ഷ്യം ചോദിച്ചുകൊണ്ട്. ലക്ഷ്യം ഭൂമിയാണ് കാണിച്ചു കൊടുത്താൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കത്തിച്ചാമ്പലും ആകുമെന്ന് മനസ്സിലായതോടുകൂടി ഈ പരശുരാമൻ തൻ്റെ തപസ് കൊണ്ട് നേടിയ ധനം തപോധനത്തിലേക്ക് ആ അമ്പയച്ചോളൂ എന്ന് പറയുന്നു. അങ്ങനെ ശ്രീരാമൻ തപോധനത്തിലേക്ക് അമ്പയക്കുകയും പരശുരാമൻ്റെ തപോബലങ്ങൾ നഷ്ടമാവുകയും പിന്നീട് വീണ്ടും മഹേന്ദ്ര പർവ്വതത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. മറ്റൊരു കഥ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ധർമ്മപുത്രർക്ക് ലോമ മഹർഷി പറഞ്ഞു കൊടുക്കുന്നൊരു കഥയാണ്. അതിലല്പം വ്യത്യാസമുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്താണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് പറയുന്നത് ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിരുന്ന രാമൻ വില്ലാളി വീരനായിട്ട് രാജ്യം ഭരിച്ചു വരികയും തൻ്റെ ഈ ഇത് കേട്ടിട്ട് പരശുരാമൻ ശ്രീരാമനെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വരികയാണെന്നും അങ്ങനെ വന്നിട്ട് കൊട്ടാരത്തിൽ വന്നിട്ട് ഞാൻ വലിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈ ശ്രീരാമൻ വില്ലിൻ്റെ ഞാൻ വലിച്ചപ്പോഴത്തേക്ക് പരശുരാമൻ പറഞ്ഞത്രേ ആ വില്ലിൻ്റെ ചെവിയുടെ അറ്റം വരെ വലിക്കണമെന്ന്. അങ്ങനെ ചെവിയുടെ അറ്റം വരെ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പരശുരാമൻ്റെ ഈ നിർദ്ദേശപ്രകാരം വലിച്ചതോടുകൂടി രാമന് കോപമുണ്ടാവുകയും ആ കോപത്തിൽ രാമൻ്റെ മുഖം ചുവന്നു തൊടുക്കുകയും അങ്ങനെ ചുവന്നു തൊടുത്തപ്പോൾ ആ മുഖത്ത് വ്യത്യസ്തമായ ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. അത് കണ്ട് പരശുരാമൻ പേടിച്ചു പോവുകയും തൻ്റെ കോപം അടങ്ങിയിട്ട് ശ്രീരാമനെ ബഹുമാനപൂർവ്വം സംബോധന ചെയ്യുകയും അതിനുശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഈ രണ്ടുപേരും ഒരേ ശക്തിയുടെ അവതാരങ്ങളാണ്. പരശുരാമനും ശ്രീരാമനും രണ്ടുപേരും ഒരേ ശക്തിയുടെ അവതാരങ്ങളാണ്. അവിടെ ശ്രീരാമൻ്റെ മുമ്പിൽ പരശുരാമൻ തോൽക്കുന്നു എന്ന് പറയുന്നിടത്ത് ശ്രീരാമൻ്റെ മഹാത്മ്യം ഉയർത്തപ്പെടുകയും പരശുരാമൻ്റെ മഹാത്മ്യം താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു തലം കൂടെയുണ്ട്. പരശുരാമനേക്കാൾ മികച്ചത് ശ്രീരാമനാണ്. രണ്ടുപേരും മനുഷ്യരാണ് എന്നുള്ളൊരു വ്യത്യാസം കൂടെയുണ്ട്, ഒരു സാമ്യം കൂടെയുണ്ട്. രണ്ടുപേരും മനുഷ്യരാണ്. രണ്ടുപേരും പരശുരാമനും ശ്രീരാമനും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്. പരശുരാമൻ കഴിഞ്ഞ് ശ്രീരാമനാണ് അവതാരമായിട്ട് വരുന്നത്. അപ്പോൾ പരശുരാമനേക്കാൾ കൂടുതൽ ജീവിത ലക്ഷ്യങ്ങളും
ഉദ്ദേശങ്ങളും കൽപ്പിക്കപ്പെട്ടിരുന്നെന്നും ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവണമെന്നും ആ ലക്ഷ്യം നിർണ്ണയിക്കപ്പെട്ടില്ലെങ്കിൽ അത് അപകടത്തിലേക്ക് നയിക്കും എന്നുമാണ് പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലിൻ്റെ കഥ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരാളെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ കൂടുതൽ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെന്നും അത് നന്മയിലേക്ക് നയിക്കുന്ന വഴിയായിരിക്കണം സ്വീകരിക്കേണ്ടതെന്നും തിന്മയിലേക്കോ ലോകത്തെ നശിപ്പിക്കുന്ന രൂപത്തിലോ ആയാൽ അയാൾ അതിൽ നിന്ന് പിന്മാറണമെന്നുള്ള ഒരു ലക്ഷ്യം കൂടി, ഒരു ഉപദേശം കൂടി ഈ പരശുരാമ ശ്രീരാമ ഏറ്റുമുട്ടലിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വായനയ്ക്കും കൂടുതൽ ചർച്ചകൾക്കും വിധേയമാണ് കാര്യങ്ങളെന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.